അരുന്ധതി IPS. മാഡത്തിനെ കണ്ട് പേഴ്സണലായിട്ട് 2 വർത്തമാനം പറഞ്ഞിട്ട് പോകാനായി പഴയ പോലീസുകാരൻ വന്ന്. സോറി, ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട്. ആ മീനാക്ഷി തള്ളയുടെ നെഞ്ചിലടിയും നിലവിളിയും കണ്ട ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരുടെയും കരള് കത്തിപ്പോവും മാഡം. എനിക്ക് നിൽക്കാൻ വേഗം തിരുതോട്ടോ. ചേരിയിലെ ഒരു പ്രാണിയുടെ മേളിൽ ഒരു നുള്ളു മണ്ണ് വീണാൽ സഹിക്കാത്തവനാ ഞങ്ങളുടെ വിശ്വൻ. നിങ്ങൾ പറിച്ചുകൊണ്ടുവന്നത് അവന്റെ ചങ്ക, പെരും ചങ്ക്. വിശ്വനെ കൊണ്ട് നിങ്ങൾ വിശ്വരൂപം എടുപ്പിക്കരുത്. എടുപ്പിച്ച പിന്നെ പേടിപ്പിക്കാൻ വന്നതാണോ താൻ? അവനേക്കാൾ വലിയ ക്രിമിനൽസിനെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഒരു ബ്ലഡി 3rd റേറ്റ് സ്ട്രീറ്റ് ഹോക്കറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിന്നാക്കിയാ ആദ്യം തൂക്കി അകത്തിടേണ്ടത്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. കമ്മീഷണർ മാഡം വിശ്വനെ കുറിച്ച് എന്താ പറഞ്ഞത്? 3rd റേറ്റ് സ്ട്രീറ്റ് ഹോക്കർ എന്നോ? ഞങ്ങളുടെ വിശ്വ എങ്ങനെ ഒരു ക്രിമിനലായെന്ന് നിങ്ങൾക്ക് അറിയണോ? വേണ്ട, എനിക്കറിയണ്ട. അറിയണം. തിരുവണ്ണൂർ കോലത്തെ ഗോതോർമ്മ തമ്പുരാന്റെ മകൻ കൊച്ചു തമ്പുരാൻ എങ്ങനെ ഒരു നൊട്ടോറിയസ് ക്രിമിനലായെന്ന് കമ്മീഷണർ മാഡം അറിഞ്ഞിരിക്കണം. അമ്മയുടെ ചേച്ചിയാണോ? ചേച്ചി, ചേച്ചി, ചേച്ചി. ഗുഡ് നൈറ്റ്. മോൾ അറിയിക്കാം. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ല അമ്മേ. ഇതാ തമ്പ്ര കുടിക്കണം. ഈ ജബ്ബാറിന്റെ ഒരു സന്തോഷത്തിന് തമ്പ്ര കുടിക്ക. തമ്പ്രാനെ, ജബ്ബാർ വളരെ കഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നതാ തമ്പ്രാന് വേണ്ടി. ശരി അമ്മ. ഇതാ കുടിക്ക തമ്പ്ര. ഗ്ലാസ് തന്നാ മതി. ഇതാ തമ്പ്ര, ധൈര്യമായിട്ട് ഒപ്പിട്ടാണ്. ബാങ്കിന്റെ കാര്യം എല്ലാം ഈ ജബ്ബാർ ഏറ്റു തമ്പ്ര. കുടിക്കുന്ന വെള്ളം മാതിരി ഈ ജബ്ബാറിനെ തമ്പ്രാനെ വിശ്വസിക്കാം. ജബ്ബാറ് തമ്പ്രാന് വേണ്ടി ജീവൻ വരെ കളയും. ശരി തമ്പ്ര. തമ്പ്ര നീണായ വാഴണം. ദൈവമേ. കുറച്ച് നാളായിട്ടൊരു കാര്യം പറഞ്ഞോന്ന് വിചാരിക്കായിരുന്നു. എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. വേണ്ടായിരുന്നു തമ്പുരാനെ, വേണ്ടായിരുന്നു. അതെ, ഈ ജബ്ബാറിനെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണ്ടായിരുന്നു. താൻ പോടൂ. അവൻ വിശ്വസ്തനാ. ഒരു നായ വിശ്വസിക്കണ പോലെ അവനെയും വിശ്വസിക്കാം. തമ്പുരാനെ ചതിച്ചു. ജബ്ബാർ മുങ്ങി. നിക്ഷേപകരുടെ കംപ്ലൈന്റ് പ്രകാരം ബാങ്ക് സീൽ ചെയ്തു. തമ്പുരാന്റെ ജംഗമ സ്വത്തുക്കളെല്ലാം ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവുണ്ട്. ഒരു നിക്ഷേപകന്റെ മകളുടെ വിവാഹമുണ്ട്. ആ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു. തമ്പുരാനെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാങ്ങി. എന്താ ഇത്? വിഷം. എന്തിനാ? നമുക്ക് ഒരുമിച്ച് മരിക്കാം. എന്നുവെച്ചാ? ഇതല്ലാണ്ട് മറ്റു മാർഗമില്ല സാവിത്രി. നമ്മുടെ കുട്ടികൾ അവരെന്ത് പാപം ചെയ്തിട്ടാ? തമ്പുരാനെ പറ്റിയ ഒരു മനപ്പുഴ അല്ല, കൈപ്പുഴ. നമുക്ക് മരിക്കാം. തമ്പുരാന് ഇതുവരേക്കും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ സമ്മതിക്കില്ല. എന്റെ മക്കളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെന്താ ചെയ്യുക? വായ കീറിയ ദൈവം ചോറ് തരുമെന്ന് മരവിച്ച് പറഞ്ഞിട്ടില്ലേ? അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. നമുക്ക് വേണമെങ്കിൽ മരിക്കാം. എന്റെ മക്കളെ കൊല്ലാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വേറെന്താ ഒരു വഴി സാവിത്രി? പെൺകുഞ്ഞിനെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിട്ട് ആൺകുഞ്ഞിനെ കൊണ്ട് തമ്പുരാനും തമ്പുരാട്ടി
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഒരു വർഷത്തെ സുഖവാസം അല്ല, ജയിൽവാസം കഴിഞ്ഞ് പരോളിന് ഇറങ്ങിയപ്പോൾ റെയിൽ പാളത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന തമ്പുരാനെ അങ്ങനെ മണിമാളികയിൽ താമസിച്ചിരുന്ന തമ്പുരാനും തമ്പുരാട്ടിയും തമ്പുരാൻകുട്ടിയും ചേരിയിലെ അന്തേവാസികളെ ഞാൻ കാണും. മോനെ വിശ്വ, വിധിയുടെ വിളയാട്ടമൊന്നല്ലാതെ എന്താ പറയാൻ. ചുമടെടുത്തും കൈവണ്ടി വലിച്ചും തമ്പുരാൻ ജീവിതം തുടങ്ങി. തമ്പുരാൻ അടിക്കടി എന്നോട് പറയുമായിരുന്നു, എടോ ഹസനെ, താനാണ് എനിക്കൊരു പുനർജന്മം തന്നതെന്ന്. ഈ മുഖംമൂടിക്കുള്ളിൽ ഞാൻ ജീവിതം ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്ന്. കാരണം എന്താണെന്നോ, അവിടെയാണ് കളങ്കമില്ലാത്ത മനുഷ്യരുള്ളതെന്നും പച്ചയായ ജീവിതമുള്ളതെന്നും. അങ്ങനെ ചേരിയിൽ ജീവിതം തുടങ്ങിയ തമ്പുരാനെ വിധി വീണ്ടും വേട്ടയാടി. ഒരു ദിവസം യാദൃശ്ചികമായി പഴയ കേസ് കൈകാര്യം ചെയ്തിരുന്ന പോലീസ് ഓഫീസർ തമ്പുരാനെ കാണാനിടയായി.
ഞാൻ ജയിൽവാസം കഴിഞ്ഞു വരുമ്പോ ചേരിയിൽ അലഞ്ഞു നടന്നിരുന്ന കൊച്ചു തമ്പുരാൻ സാഹചര്യവും സംസർഗവും കൊണ്ടാവാം ഒരു തെരുവ് ഗുണ്ടായി മാറി കഴിഞ്ഞിരുന്നു. ബലം പിടിക്കാതെ മോനെ ഇങ്ങോട്ട് വാടാ. മര്യാദക്ക് വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. പിടിക്കരുത്. അവിടെ ഇരിക്കടാ. ഉപദ്രവിക്കരുത്. ഈടാ പന്നി. എന്താ നിങ്ങൾ കാണിക്കുന്നത്? അങ്ങനെ കുടിക്കടാ. പക്ഷേ ഗോതോർമ്മ തമ്പുരാന്റെ രക്തത്തിന്റെ മഹത്വം കൊണ്ടാവാം അധർമ്മത്തിനെതിരായിട്ട് മാത്രമേ വിശ്വൻ ഇന്നുവരെ വാളെടുത്തിട്ടുള്ളൂ. വിശ്വൻ എനിക്കൊന്ന് കാണണം. എന്തിന്? പോലീസ് ബുദ്ധി കാണിക്കാനല്ലേ? നടപ്പില്ല മാഡം. അവന് വേണ്ടി രക്തം ഒഴുക്കാൻ ചേരിയിലെ പാവങ്ങളുണ്ട്. ആദ്യം മാഡം പെണ്ണിനെ ഇറങ്ങി വിടും. ഏത് പെണ്ണിനെ? വിശ്വനെ ഇവിടെ വരുത്താൻ വേണ്ടി മാഡം പിടിച്ചുകൊണ്ടുവന്ന പെണ്ണ്, ആ മല്ലിക. ഞാൻ ആരും പിടിച്ചോണ്ട് വന്നിട്ടില്ല. എന്നെ വിശ്വസിക്ക്. വിശ്വന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്ന കുറെ പിശാചുക്കളുണ്ട് ഇവിടെ. അവരാവും മല്ലിയെ തട്ടിക്കൊണ്ടുപോയത്. ശത്രുക്കളിൽ നിന്ന് വിശ്വനെ രക്ഷിക്കണം. അവനെ ഒരു മനുഷ്യനാക്കി മാറ്റണം. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. എങ്ങനെ? വിശ്വന്റെ കസ്റ്റഡിയിലുള്ള ഒമർ എന്ന ടെററിസ്റ്റിനെ അവന്റെ കയ്യിലുള്ള എവിഡൻസ് സഹിതം എന്നെ ഏൽപ്പിക്കണം. എങ്കിൽ ഈ പറഞ്ഞ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഞാൻ വിശ്വനെ രക്ഷിക്കാം. വെറും പോലീസ് ഭാഷ. ഈ ഭാഷ എനിക്ക് പരിചയമുള്ളതാണ് മാഡം. അല്ല, വിശ്വനെ രക്ഷിക്കാൻ നിങ്ങളെക്കാളും താല്പര്യം എനിക്കുണ്ട്.